Guys, question number 8. Okay. ഇത് നമുക്കറിയാം ഇത് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ലെറ്റ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 3 എഫ് ഓഫ് എക്സ് ബൈ 3 പ്ലസ് എഫ് ഓഫ് 3 മൈനസ് എക്സ് ആൻഡ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓർ എക്സ് ബിലോങ്സ് ടു 0,3 ഇഫ് ജി ഈസ് ഡിക്രീസിങ് ഇൻ 0 ടു ആൽഫ ആൻഡ് ഇൻക്രീസിങ് ഇൻ ആൽഫ ടു 3 ദെൻ ആൽഫ ഈസ് ഓക്കെ. അപ്പോൾ ആക്ച്വലി ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെയും ഡിക്രീസ് ചെയ്യുന്നതിൻ്റെയും ഓക്കെ ഇടയിലുള്ള ബോർഡർ ആണ് എന്ത് ഈ ആൽഫ എന്ന് പറഞ്ഞ സാധനം. അത് കണ്ടുപിടിക്കണം നമ്മുടെ ടാസ്ക്. ഓക്കെ, സോ മക്കളെ നമുക്കറിയാം ജി അല്ലെ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിലും ഡിക്രീസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, അതിൻ്റെ ജി ഡാഷ് ഓഫ് എക്സ് എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം. ഓക്കെ, സോ വാട്ട് ഇസ് ജി ഡാഷ് ഓഫ് എക്സ്? ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഡെറിവേറ്റീവ് ഓഫ് ഓക്കെ എന്താ 3 ഇൻറ്റു എഫ് ഓഫ് എക്സ് ബൈ 3 plus d by dx of what are f of 3 minus x. Okay, so what is that? D by dx of 3 into f of x by 3 എന്ന് പറയുമ്പോൾ 3 into f dash of x by 3 into 1 by 3. Okay, ഇനി പ്ലസ് എഫ് ഡാഷ് ഓഫ് 3 മൈനസ് എക്സ് അല്ലെ ഇൻറ്റു ഡി ബൈ എക്സ് ഓഫ് 3 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് -1 അല്ലെ. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടി? എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ 3 മൈനസ് എഫ് ഡാഷ് ഓഫ് വാട്ട് 3 മൈനസ് എക്സ് എന്ന് കിട്ടി അല്ലെ. ഇതാണ് ജി ഡാഷ് ഓഫ് എക്സ്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ജി ഡാഷ് ഓഫ് എക്സ് ഈസ് ഡിക്രീസിങ് ഇൻ ദ ഇന്റർവെൽ വാട്ട് ഈസ് ദാറ്റ് 0 ടു ആൽഫ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്താക്കാം, ഈ ജി ഡാഷ് ഓഫ് എക്സ് ഡിക്രീസ് ചെയ്യുന്ന ഇന്റർവെൽ ഏതാണെന്ന് നോക്കാം. ഓക്കെ അല്ലേ. വാട്ട് ഈസ് ദാറ്റ്? സോ ജി ഡാഷ് ഓഫ് എക്സ് ഈസ് ഡിക്രീസിങ് മീൻസ് ജി ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണ് അല്ലേ. ദാറ്റ് മീൻസ് എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ 3 മൈനസ് എഫ് ഡാഷ് ഓഫ് 3 മൈനസ് എക്സ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? ലെസ് ദാൻ 0 ആണ് അല്ലേ. നിങ്ങൾ നോക്കൂ, എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ 3 അല്ലേ ലെസ് ദാൻ എഫ് ഡാഷ് ഓഫ് 3 മൈനസ് എക്സ് എന്നുള്ളത് അല്ലേ. ഇപ്പൊ രണ്ട് സൈഡിലും ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ അല്ലെ, അതൊരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, രണ്ട് സൈഡിലും എന്താണ് കുഞ്ഞുങ്ങളെ? ഒരു ഫംഗ്ഷൻ ആണ് അല്ലെ. ഏത് ഫംഗ്ഷൻ ആണ്? എഫ് ഡാഷ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്. ഓക്കെ അല്ലെ. അപ്പൊ നമുക്ക് ആ ഫംഗ്ഷനെ നമുക്ക് എന്താക്കാം? റിമൂവ് ചെയ്യാം അല്ലെ. ഏതുപോലെ? അതായത് ഫോർ എക്സാമ്പിൾ രണ്ട് സൈഡിലും ലോഗ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ലോഗ് എ ലെസ് ദാൻ ലോഗ് ബി. ഓക്കെ അല്ലെ. അപ്പൊ ശ്രദ്ധിക്കുക, അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ലോഗിനെ റിമൂവ് ചെയ്തിട്ട് എ ലെസ് ദാൻ ബി ആവാറില്ലേ? ഓക്കെ അല്ലെ, എ ലെസ് ദാൻ ബി ആക്കാറില്ലേ? ഓക്കെ അല്ലേ. ഇനി അടുത്തതുപോലെ തന്നെ അപ്പോൾ അതേപോലെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഫംഗ്ഷൻ റിമൂവ് ചെയ്ത് അതിൻ്റെ ആർഗ്യുമെന്റ്സ് മാത്രം എഴുതണം. പക്ഷെ അതിന് മുമ്പ് ഈ ഫംഗ്ഷൻ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം ഇത് അറിയണം. എന്താണ്? ഈ എഫ് ഡാഷ് എന്ന് പറഞ്ഞ സാധനം, എഫ് ഡാഷ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണോ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണോ എന്നറിയണം. ഓക്കെ അല്ലേ. എന്തുകൊണ്ടാണ്? ഡിക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇനിക്വാലിറ്റി എന്താകും? ഫ്ലിപ്പ് ആവും. ഓക്കെ, അഥവാ ഇൻക്രീസിങ് ആണെങ്കിൽ ഇനിക്വാലിറ്റി എന്താവില്ല? ഫ്ലിപ്പ് ആവില്ല. ഓക്കെ അല്ലേ. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, എന്താ? ലോഗ് ശ്രദ്ധിക്കുക. ഓക്കെ, എ ടു ദ ബേസ് 2 ഓക്കെ അല്ലെ ലെസ് ദാൻ ലോഗ് ബി ടു ദ ബേസ് 2 അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ലെസ് ദാൻ ബി എന്ന് പറഞ്ഞാൽ ഈ കേസിൽ എടുക്കാം അല്ലെ. കാരണം എന്താണ്? ഇവിടെ ബേസ് എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലെ. ബേസ് 2 ആകുമ്പോൾ ലോഗരിതം എന്ന് പറഞ്ഞ സാധനം ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. എടാ ശരിയല്ലേ. ഇനി അടുത്തത് ഇങ്ങനെയാണെങ്കിലോ ലോഗ് എ ടു ദ ബേസ് 0.5 അല്ലെ ലെസ് ദാൻ ലോഗ് ബി ടു ദ ബേസ് 0.5 ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഇവിടെ നമ്മൾ ലോഗിനെ റിമൂവ് ചെയ്യുമ്പോൾ ഇനിക്വാലിറ്റി എന്താവും? ഫ്ലിപ്പ് ആവും അല്ലെ. കാരണം ഇവിടെ എന്താണ്? നമ്മളിവിടെ ലോഗരിതം എന്താണ്? നമ്മൾ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ് ഇവിടെ റിമൂവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലെ. അപ്പൊ അതേപോലെയാണ്. ഓക്കെ, അതേപോലെ നമ്മൾ ഇനിക്വാലിറ്റി അപ്പർ ഇപ്പുറം സൈഡ് ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ഇനിക്വാലിറ്റി എന്താവില്ല? ഫ്ലിപ്പ് ആവില്ല. ഡിക്രീസിങ് ആണെങ്കിൽ ഇനിക്വാലിറ്റി എന്താവും? ഫ്ലിപ്പ്. അപ്പോൾ ഇത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് നമ്മൾ അതറിയണം. ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നമുക്ക് നോക്കാം. അത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് പറയാം അല്ലെ. എന്തുകൊണ്ടാണ്? എഫ് ഡാഷ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ശരിക്കും ശ്രദ്ധിക്കണേ. എഫ് ഡാഷ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്. ഓക്കെ, അപ്പൊ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്ന സാധനം സ്ട്രിക്ട്ലി എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ലെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഇൻക്രീസിങ് ഫംഗ്ഷൻ അല്ലെ. ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഉറപ്പായിട്ടും എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഇൻക്രീസിങ് ഫംഗ്ഷൻ. ഓക്കെ അല്ലെ. അപ്പൊ എഫ് ഡാഷിന്റെ ഡെറിവേറ്റീവ് ആണ് എഫ് ഡബിൾ ഡാഷ്. ഈ എഫ് ഡബിൾ ഡാഷ് എന്താണ്? സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുകൊണ്ട് തന്നെ എഫ് ഡാഷ് ഓഫ് എന്താണ്? ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. സോ നമ്മൾ ഇനിക്വാലിറ്റി റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് ബൈ 3 ഇനിക്വാലിറ്റി എന്താവില്ല? ഫ്ലിപ്പ് ആവില്ല. സോ എക്സ് ബൈ 3 ഈസ് ലെസ് ദാൻ വാട്ട് 3 മൈനസ് എക്സ് ആയി. ഓക്കെ അല്ലെ. സോ നമുക്ക് എന്താക്കാം? ഒന്ന് വേഗം റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്നാൽ എക്സ് ബൈ 3 അല്ലെ പ്ലസ് എക്സ് ഈസ് ലെസ് ദാൻ 3 ഓക്കെ 3x 4x by 3 അല്ലെ 4x by 3 is less than 3. Okay, then അവിടെ ആണെങ്കിൽ x is less than
what is that? X is less than what is that? 9 divided by 4 എന്ന് വരും. ഓക്കെ അല്ലേ? സോ നമ്മളിവിടുന്ന് ഈ പറഞ്ഞ പോലെ തന്നെ 0 ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എക്സ് ലെസ് ദാൻ 9/4 ആകുന്ന സമയത്ത് ആണ് അതുവരെ എന്താണ് ഫംഗ്ഷൻ എന്താണ് ഇൻക്രീസിങ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? അതുവരെ ഫംഗ്ഷൻ എന്താണ് മക്കളെ? ഡിക്രീസിങ് ആണ്. ഓക്കെ അല്ലേ? വെനെവർ എക്സ് ലെസ് ദാൻ 9/4. ഓക്കെ, അപ്പോൾ അതിന് ശേഷമാണ് എന്താ നമ്മളെ ഫംഗ്ഷൻ എന്താവുന്നത്? ഇൻക്രീസിങ് ആവുന്നത്. ഓക്കെ അല്ലേ? സോ നമ്മൾ ഇവിടെ നോക്കൂ, നമ്മൾ പറഞ്ഞ് ഡിക്രീസിങ് എവിടെയാണ്? ആൽഫ വരെയാണ്. അല്ല ശരിയല്ലേ? ആൽഫ വരെ എന്താണ്? ഡിക്രീസിങ് ആണ്. സോ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എക്സ് ലെസ് ദാൻ 9/4 അല്ലേ? അപ്പോൾ ഈ 9/4 പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് ദിസ് ഈസ് സിംപ്ലി എന്തായിരിക്കും കുഞ്ഞുങ്ങളെ? ദിസ് ഈസ് സിംപ്ലി എന്താണ്? ദിസ് ഈസ് വാട്ട്? ആൽഫയാണ് അല്ലേ? കാരണം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആൽഫ വരെ ഫംഗ്ഷൻ എന്താവും? ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ? അതിനുശേഷം നമ്മൾ എന്താണ്? ആൽഫ ടു 3 എന്താണ് ഫംഗ്ഷൻ എന്താണ്? നേരെ തിരിച്ച് ആൽഫ വരെ ഫംഗ്ഷൻ എന്താണ്? ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫംഗ്ഷൻ എന്താക്കുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. എടാ ക്ലിയർ ആയോ? ഓക്കെ മക്കളെ, റെഡിയല്ലേ? സോ നമുക്ക് എന്ത് പറയാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു എന്താണ്? 9/4 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ചോദ്യം എന്താണ്? 8 ആൽഫയാണ്. 8 ആൽഫ എന്ന് പറയുമ്പോൾ 8 × 9/4. സോ നമുക്ക് എന്ത് കിട്ടി? 18 എന്ന് കിട്ടി. സോ ഓപ്ഷൻ 3 is the correct answer.